السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. أما بعد, സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഖീദത്തു വൽ വാസിത്തിയ്യ ആണ് അള്ളാഹുവിൻ്റെ മഹത്തരമായ അനുഗ്രഹത്താൽ നമ്മൾ പഠിച്ചു വരുന്നത്. അഹ്ലുസുന്നത്തിൻ്റെ അഖീദ പഠിക്കാൻ അള്ളാഹു തൗഫീഖേകുക എന്നത് നിസ്സാരമായ കാര്യമല്ല. പ്രത്യേകിച്ച് ബിദ്അത്തുകളും ഫിത്നകളും ഏറെ വർദ്ധിച്ചിട്ടുള്ള ഇക്കാലത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അഖീദയേതോ സഹാബത്ത് നിലകൊണ്ട അഖീദയേതോ അതിൽ നിലകൊള്ളാനും അതിലായി അവസാന ശ്വാസം വരെ ജീവിക്കാനും അതിലായി മരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖേകുമാറാകട്ടെ. ആമീൻ. അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഉസൂലുൽ ഈമാൻ ഷെയ്ഖുൽ ഇസ്ലാം വിവരിച്ച ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ കിതാബുകളിലും റസൂലുകളിലുമുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിച്ചത്. ഉസൂലുൽ ഈമാനിൽ ബാക്കിയുള്ള രണ്ടെണ്ണം പരലോകത്തിലും അതുപോലെ റബ്ബിൻ്റെ വിധിയിലുമുള്ള വിശ്വാസമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഈ കിതാബിൽ പിന്നീട് ഷെയ്ഖുൽ ഇസ്ലാം വിവരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വിശദീകരണം നമ്മൾ അവിടേക്ക് മാറ്റിവെക്കുകയാണ്. അതാണ് ഒരു കിതാബ് പഠിക്കുമ്പോൾ കൂടുതൽ ശരിയായ രീതി. അതുകൊണ്ട് ബാക്കി ഭാഗം നമ്മൾ വായിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വമിനൽ ഈമാനി ബില്ലാഹ് അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി വബിമാ വസഫഹു ബിഹി റസൂലുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅതീലിൻ മിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. വമിനൽ ഈമാനി ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി. അള്ളാഹു അവനെ അവൻ്റെ കിതാബിൽ എങ്ങനെ വിശേഷിപ്പിച്ചുവോ അങ്ങനെ വിശ്വസിക്കുക അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ വബിമാ വസഫഹു ബിഹി റസൂലുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ അവൻ്റെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശേഷിപ്പിച്ചുവോ അങ്ങനെ വിശ്വസിക്കുക. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അവനെ എങ്ങനെ വിശേഷിപ്പിച്ചോ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ എങ്ങനെ വിശേഷിപ്പിച്ചോ അത് വിശ്വസിക്കുക, അതുപോലെ വിശ്വസിക്കുക എന്നത് അള്ളാഹുവിലുള്ള ഈമാനിൻ്റെ ഭാഗമാണ്. മിൻ ഗൈരി തഹരീഫിൻ വലാ തഅതീലിൻ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ.
തഹരീഫോ താത്തീലോ തക്കീഫോ തംസീലോ കൂടാതെ. ഈ 4 കാര്യങ്ങൾ എന്താണ് എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് ശേഷം വിശദീകരിക്കാം. നോക്കൂ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് റബ്ബിനെ അവൻ എങ്ങനെ വിശേഷിപ്പിച്ചോ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശേഷിപ്പിച്ചോ അതുപോലെ വിശ്വസിക്കുക എന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഈ കിതാബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ കിതാബിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത്, അവൻ്റെ പേരുകളും വിശേഷണങ്ങളും അത് വിവരിക്കുക, അതിലുള്ള വിശ്വാസം വിവരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ അറിയേണ്ടത് അവൻ്റെ പേരുകളിലൂടെയും അവൻ്റെ വിശേഷണങ്ങളിലൂടെയുമാണ്. അതിനോളം ശ്രേഷ്ഠമായ, അതിനോളം പ്രാധാന്യമുള്ള, അതിനോളം മഹത്വമേറിയ വേറെ ഒരു ഇൽമും ലോകത്തില്ല, ഒരറിവും ലോകത്തില്ല. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൽം, അറിവ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, റബ്ബിനെ കുറിച്ചുള്ള അറിവ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ ഇബാദത്ത് ചെയ്യാനും അവനെ അറിയാനുമാണ്. അവനെ അറിയാനും അവനെ ഇബാദത്ത് ചെയ്യാനും. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബ് നമ്മെ പടച്ചത് എന്ന് ഖുർആനിലുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ യഅ്ബുദൂൻ. ജിന്നു വർഗത്തെയും ഇൻസ് വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ഇബാദത്ത് അവർ ചെയ്യാൻ വേണ്ടിയല്ലാതെ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അതുപോലെ അള്ളാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. സൂറത്തുൽ തലാഖിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്, അള്ളാഹുവാണ് 7 ആകാശങ്ങളെ പടച്ചത്. വമിനൽ അർദി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് തത്തുല്യമായതും. അഥവാ 7 ആകാശം പടച്ചതുപോലെ അള്ളാഹു 7 ഭൂമിയെ പടച്ചിട്ടുണ്ട്. 7 ആകാശം മുകളിലേക്കാണ്. ഒന്നാമത്തേത് ഏറ്റവും താഴെ, രണ്ടാമത്തേത് അതിനു മുകളിൽ, മൂന്നാമത്തേത് അതിനു മുകളിൽ. അതുപോലെ ഭൂമി 7 ഭൂമി എന്നാൽ ഒന്നാമത്തേത് നമ്മൾ നിൽക്കുന്ന ഭൂമി, രണ്ടാമത്തേത് അതിന് താഴെ, മൂന്നാമത്തേത് അതിന് താഴെ. ഇങ്ങനെയാണ് ഭൂമികളും 7 ആകാശങ്ങളും നിലകൊള്ളുന്നത്. ഖുർആനിൽ അത് വന്നിട്ടുള്ള ആയത്ത് ഇതാണ്, സൂറത്തുൽ തലാഖിലെ 12-ാമത്തെ ആയത്ത്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ. അള്ളാഹുവാണ് 7 ആകാശങ്ങളെ പടച്ചത്, അതുപോലെ ഭൂമിയിലും പടച്ചത്. അതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ആരെങ്കിലും വല്ലവൻ്റെയും ഭൂമി അതിൽ നിന്ന് ഒരു ശിബിർ എടുത്താൽ, ഒരു ചാൺ മുറിച്ചെടുത്താൽ, അന്യായമായി എടുത്താൽ, മറ്റൊരാളുടെ ഭൂമി ഇങ്ങോട്ടേക്ക് അന്യായമായി എടുക്കുക, അതിൻ്റെ മനാറത്തുകൾ മാറ്റിക്കൊണ്ട്, മനാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ അടയാളങ്ങൾ. അള്ളാഹു ശപിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുത്തവനെ ശപിച്ചിരിക്കുന്നു. അതുപോലെ അള്ളാഹു ശപിച്ചിരിക്കുന്നു മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയുടെ മനാറുകൾ മാറ്റുക. മനാർ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിക്ക് അതിർ വെച്ചിട്ടുള്ള അടയാളങ്ങൾ, സർവേ കല്ല് ഒക്കെ പോലെ ഭൂമിക്ക് അടയാളം വെച്ചിട്ടുള്ള അടയാളങ്ങൾ മാറ്റുക. എന്തിനു വേണ്ടി? മറ്റുള്ളവൻ്റെ ഭൂമി എടുക്കാൻ വേണ്ടി. വളരെ ഗുരുതരമായ തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊരു ഹദീസിൽ വന്നു, അവന് പരലോകത്ത് 7 ഭൂമിയിൽ നിന്ന് അവൻ്റെ കഴുത്തിൽ അണിയിക്കപ്പെടുന്നതാണ്. എന്താണ് 7 ഭൂമി എന്ന് പറഞ്ഞാൽ? ആ തിക്കിയെടുത്ത ഭൂമി, 7 ഭൂമി താഴേക്കുണ്ടല്ലോ, അതവന് കഴുത്തിൽ ചാർത്തപ്പെടും. താബിഈങ്ങളിൽ ഒരാൾ താനും മറ്റൊരാളും തമ്മിലുള്ള ഭൂമി തർക്കത്തെക്കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കാൻ ചെന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭൂമിയാണോ ഭൂമി തർക്കമാണോ എന്നാൽ വിട്ടുകൊടുത്തേക്ക്, അതാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ഗുരുതരമാണ്. മറ്റൊരാളുടെ ഭൂമി ഇങ്ങോട്ടേക്ക് എടുക്കുക, വേലി അങ്ങോട്ട് കെട്ടുക, അതിരി കെട്ടുമ്പോൾ ഒന്നങ്ങോട്ട് കുറച്ചങ്ങോട്ട് മാറ്റി കെട്ടുക, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 7 ഭൂമി അവൻ്റെ കഴുത്തിൽ ചാർത്തപ്പെടും. കാരണം എന്താണ്? അവൻ എടുത്തത് മുകളിലുള്ള ഭൂമിയാണോ ആണ്, അതോടൊപ്പം അവൻ താഴേക്കുള്ള ഭൂമിയും എടുത്തിട്ടുണ്ട്. ആ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് കാണാം. ഒരാളുടെ ഭൂമിയാണ്
ഒരു സ്ഥലം ഒരാളുടേതാണ് എങ്കിൽ അതുമാത്രമാണ് അയാളുടേത്, അല്ല അതിൻ്റെ താഴേക്കൊക്കെ അയാളുടേതാണ്. മനസ്സിലായില്ലേ? ഒരയൽവാസി വന്നിട്ട് എന്താണ് ഒരു ടണലങ്ങ് പണിയാണ് ഇയാളുടെ പറമ്പിലൂടെ, അടിയിലേക്ക് ഒരു കെട്ടിടം, എന്നിട്ട് മുകളിലല്ല ഇതിൻ്റെ താഴെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞത് പറ്റുമോ? പറ്റൂല. അതും അയാളതാണ്. അതിനുള്ള തെളിവ് എന്താണ്? ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാളുടെ ശിബിർ ഭൂമി മറ്റൊരാൾ എടുത്താൽ പരലോകത്ത് 7 ഭൂമിയിൽ നിന്ന് അയാളുടെ കഴുത്തിൽ ചാർത്തപ്പെടും. കാരണം അയാൾ എടുക്കുന്നത് അത് മാത്രമല്ല, താഴേക്ക് കൂടിയാണ്. അതും അയാളുടേതാണ്. അതും ആരുടേതാണോ അയാളുടേതാണ്. ഇപ്പോൾ നോക്കൂ, ഈ ഹദീസ് തെളിവാണ് എന്ത്? 7 ഭൂമിയുണ്ട് എന്ന്. ഖുർആനിലെ ഈ ആയത്ത് തെളിവാണ് എന്നതുപോലെ. ശരി, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് തലാഖിലെ ഈ ആയത്തിൽ യതനസ്സലു അംറു ബൈനഹുൻ, അതിനിടയിൽ കാര്യമിറങ്ങുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുന്നു. എന്തിനാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്? ലിതഅലമു, നിങ്ങളറിയാൻ. ഏതുപോലെ അള്ളാഹു ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ ആരാധിക്കാനാണ് പടച്ചത് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ആകാശങ്ങളെ ഭൂമിയെ പടച്ചിരിക്കുന്നു ലിതഅലമു, നിങ്ങളറിയാൻ. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അള്ളാഹു സകലതിനെയും അവൻ്റെ ഇൽമു കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. സകലതും അള്ളാഹു അറിഞ്ഞിരിക്കും. അതും നിങ്ങൾ അറിയാൻ. അപ്പോൾ നോക്കൂ, റബ്ബ് നമ്മെ പടച്ചത് അവനെ അറിയാനാണ്. അള്ളാഹു എത്ര ആയത്തുകളിലാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അള്ളാഹുവിനെ അറിയാതെ എങ്ങനെയാണ് അവനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുക? കഴിയില്ല. ഇബാദത്താവുകയില്ല. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിന്നോട് പറഞ്ഞത് നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, എന്നിട്ട് ആ റബ്ബിനെ കുറിച്ച് ഒന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല, അള്ളാഹുവിനെ കുറിച്ച് ഒന്നും നിനക്കറിയില്ല എങ്കിൽ എന്തായിരിക്കും? എത്ര കടുത്ത ഇരുട്ടിലായിരിക്കും ഒരാൾ? നമ്മൾ ചിന്തിച്ച് നോക്കൂ. നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു, റബ്ബിനെ കുറിച്ച് ഒന്നും പറഞ്ഞു തന്നില്ല. അവൻ്റെ മുന്നിലുള്ളതൊരു ഇരുട്ടാണ്, അവനൊന്നും അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എന്തു ചെയ്തു? അവൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ത്? ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും? അള്ളാഹു അവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു എന്നത്. അല്ല, ഖുർആനിൽ ഏറ്റവും അധികം ഉള്ളത് എന്താണ്? നിങ്ങൾ പറയൂ. അള്ളാഹുവിനെ കുറിച്ചാണ്, റബ്ബിനെ കുറിച്ചാണ്. സ്വർഗത്തെക്കാൾ നരകത്തെക്കാൾ, സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങളെക്കാൾ സൗകര്യത്തെക്കാൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഖുർആനിലുള്ളത് റബ്ബിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര ആയത്തുകളിലാണ് റബ്ബിനെ കുറിച്ചുള്ളത്. ഖുർആനിലെ ഒരു പേജ് നിങ്ങൾ തുറന്നാൽ ഒരിക്കലും റബ്ബിനെ കുറിച്ച് പറയാതെ അത് നിങ്ങൾക്ക് മറിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ടാവും. അവന് ഇബാദത്ത് ചെയ്യാൻ പറയുമ്പോൾ, അവനിൽ പങ്കുചേർക്കരുതെന്ന് പറയുമ്പോൾ, അവൻ അനുസരിക്കണമെന്ന് പറയുമ്പോൾ, അവനെ ധിക്കരിക്കരുതെന്ന് പറയുമ്പോൾ, അവൻ്റെ നിയമങ്ങൾ വിശദീകരിക്കുമ്പോൾ, മുൻഗാമികളുടെ ചരിത്രം പറയുമ്പോൾ, വരാനിരിക്കുന്ന കാര്യം പറയുമ്പോൾ ഒക്കെ എല്ലായിടത്തും അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം. റബ്ബിനെ കുറിച്ച് അവൻ അറിയിച്ചു തരുന്നത് കാണാം. അതുകൊണ്ട് നോക്കൂ, നമ്മൾ ഇബാദത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് മഅബൂദിനെ കുറിച്ചാണ്. അഥവാ നമ്മൾ ആരെ ഇബാദത്ത് ചെയ്യുന്നു അവനെ കുറിച്ച്, അഥവാ റബ്ബിനെ കുറിച്ചാണ്. റബ്ബിനുള്ള ഇബാദത്ത് പഠിക്കേണ്ടവരാണ് നമ്മൾ, സംശയമില്ല. നിസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് പഠിക്കണം. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് എന്താണ്? ആരെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുവോ, നമ്മുടെ മഅബൂദായ ആരെയാണോ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മുടെ ആരാധനകൾക്ക് അർഹനായ, നമ്മുടെ ആരാധ്യനായ റബ്ബിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ, അവനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ, അവനെ ഭയപ്പെടാൻ നിനക്ക് സാധിക്കുക അവനറിയാതെ? ഖൽബിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂന്നാണ്. മഹബത്തും ഖൗഫും റജാവും. റബ്ബിനോടുള്ള സ്നേഹവും, അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയും, അവനെക്കുറിച്ചുള്ള ഭയവും. മഹബത്തും ഖൗഫും റജാവും, ഇതാണ് ഖൽബിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും ഇതില്ലാതെ ഇബാദത്തില്ല, ഒരു ഇബാദത്തുമില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയാതെ
അവനെ സ്നേഹിക്കാൻ, അവനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ, അവനെ ഭയപ്പെടാൻ നിനക്ക് സാധിക്കുക? അവൻ ജമീലാണ്, അവൻ ഏറ്റവും ഭംഗിയുള്ളവനാണ് എന്നറിയാതെ, അവൻ വദൂദാണ്, അവൻ ഏറ്റവും സ്നേഹിക്കുന്നവനാണ് എന്നറിയാതെ, അവൻ റഹ്മാനാണ്, അവൻ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ് എന്നറിയാതെ, അവൻ അസീസാണ്, ഏറ്റവും പ്രതാപമുടയവനാണ്, അവൻ്റെ ശിക്ഷയിൽ നിന്ന്, പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടും ഓടാൻ നിനക്ക് കഴിയില്ല എന്നറിയാതെ, ഇതറിയാതെ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ, അവനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ, അവനെ ഭയപ്പെടാൻ നിനക്ക് യഥാവിധി സാധിക്കുക? ഇല്ല. അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുക, ഏറ്റവും അവനെ ഭയപ്പെടുക, ഏറ്റവും അവനെ സ്നേഹിക്കുക, ഏറ്റവും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക, അവനെ ഏറ്റവും അറിഞ്ഞവരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ ഉലമാ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും അധികം റബ്ബിനെ ഭയപ്പെട്ടത്. എന്തുകൊണ്ട്? പടപ്പുകളിൽ ഏറ്റവും റബ്ബിനെ അറിഞ്ഞതാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അഅലമുകും ബില്ലാഹി വഅഖ്ശാകും ലഹു അന. നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നതും ഏറ്റവും ഭയപ്പെടുന്നതും ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നമാ അഅലമുകും ബില്ലാഹി വഅഖ്ശാകും ലഹു അന. നിങ്ങളിൽ ഏറ്റവും റബ്ബിനെ അറിയുന്നതും നിങ്ങളിൽ ഏറ്റവും റബ്ബിനെ ഭയപ്പെടുന്നതും ഞാനാണ്. നോക്കൂ, ഇൽമും ഖശിയത്തും, റബ്ബിനെക്കുറിച്ചുള്ള അറിവും അവനോടുള്ള ഭയവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഞാൻ ജിബ്രീലിനെ കണ്ടു അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറർതു ലൈലത ഉസ്രിയ ബി ബിൽ മലഇൽ അഅ്ലാ. ഞാൻ ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രിയിൽ അൽ മലഉൽ അഅ്ലാ അഥവാ ഉന്നതരായ മലായികത്തിൻ്റെ സംഘത്തിൻ്റെ അരികിലൂടെ കടന്നുപോയി. അപ്പോൾ ജിബ്രീലു, ജിബ്രീലിൻ്റെ സ്ഥിതി എന്താണ്? കൽ ഹിൽസിൽ ബാലി മിൻ ഖശിയത്തില്ലാഹ്. ജിബ്രീലിനെ കാണാൻ അപ്പോൾ ഒരു നുറുമ്പിപ്പോയ ഒരു തുണിക്കഷ്ണം പോലെയുണ്ട്. എന്തുകൊണ്ട്? റബ്ബിനെ പേടിച്ചിട്ട്, റബ്ബിനോടുള്ള ഭയം കൊണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലായികത്തിൽ റബ്ബിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ജിബ്രീലിൻ്റെ അറിവ് അത്രമാത്രമുണ്ട് എന്നതുകൊണ്ടാണ്. റബ്ബിനോടുള്ള പേടി കാരണത്താൽ ഒരു നുരുമ്പിയ വസ്ത്രം പോലെ ഉണ്ട് ജിബ്രീലിനെ കാണാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. നോക്കൂ, നിങ്ങൾ അവരുടെ ഭയം നോക്കൂ. റബ്ബൊരു കാര്യം സംസാരിച്ചാൽ അവർ പേടി കൊണ്ട് വീഴുമെന്നാണ്, ബോധരഹിതരായി വീഴും ജിബ്രീലും മലായികത്തും. എന്നിട്ട് അവരിൽ ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം തലയുയർത്തും. എന്നിട്ട് ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും. മലായികത്ത് ചോദിക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്? ഖാലുൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. ഹക്കാണ് പറഞ്ഞത്, അവൻ ഏറ്റവും ഉന്നതനും ഏറ്റവും വലിയവനുമാണ്. മലായികത്ത് നോക്കൂ, റബ്ബ് സംസാരിച്ചാൽ അതിനോടുള്ള ഭയം കൊണ്ട് ബോധരഹിതരായി വീഴുമെന്നാണ്. കാരണം റബ്ബിനോടുള്ള അവരുടെ ഭയം അത്രയുമുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? റബ്ബിനെ അവർക്ക് ഏറ്റവും നന്നായി അറിയാം. ഇതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗങ്ങൾ എങ്ങനെയായിരുന്നു? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ, പ്രസംഗങ്ങൾ എങ്ങനെയായിരുന്നു എന്നാൽ, അത് കഴിഞ്ഞ് അത് കേട്ടിറങ്ങിപ്പോകുമ്പോൾ ആളുകളുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് നിറഞ്ഞിട്ടുണ്ടാകും, അള്ളാഹുവിനെ കൊണ്ടുള്ള സ്നേഹം നിറഞ്ഞിട്ടുണ്ടാകും. റബ്ബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉദാഹരണങ്ങളിലൂടെ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെ വിവരിച്ചു കൊടുത്തത്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞത്? യുദ്ധത്തിൽ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ കാണാതായ തൻ്റെ കുഞ്ഞിനെ പരതി നടക്കുകയാണ്. എവിടെ ഒരു കുഞ്ഞിനെ കണ്ടാലും അതിനെടുത്ത് ആ സ്ത്രീ തൻ്റെ മാറോട് ചേർക്കും, തൻ്റെ കുട്ടിയാണെന്ന് വിചാരിച്ച്. ഒടുവിൽ ആ കുഞ്ഞിനെ സ്ത്രീക്ക് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങൾ കരുതുന്നുണ്ടോ ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന്? സഹാബത്ത് പറയുന്നു, ഇല്ല റബ്ബേ, ഇല്ല റസൂലേ, അസ്തഗ്ഫിറുല്ലാഹ്, ഇല്ല റസൂലേ, ഒരിക്കലുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ലിവലദിഹാ. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ റഹ്മത്ത് അള്ളാഹുവിന് അവൻ്റെ പടപ്പുകളോടുണ്ട്. അല്ലാഹു അക്ബർ. സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുക, കാഴ്ച കാണിച്ചു കൊടുത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് റബ്ബിൻ്റെ റഹ്മത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ.
ഒരു ഉമ്മക്ക് കുഞ്ഞിനോടുള്ള റഹ്മത്ത് എത്രയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്താണ് ആ റഹ്മത്ത്? പ്രത്യേകിച്ച് പാൽ കുടിക്കുന്ന കുഞ്ഞാണ് എങ്കിൽ, മുല കൂട്ടുന്ന കുഞ്ഞാണ് എങ്കിൽ, വലിയ ആളായി തർക്കുത്തരം പറയുന്ന, അതുപോലെ അനുസരണക്കേട് കാണിക്കുന്ന, വെറുപ്പിക്കുന്ന പ്രായത്തിലെത്തിയതിന് ശേഷമല്ല, കുഞ്ഞായിരിക്കെ ഉള്ള മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധം അത് വലുതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് കുട്ടികൾ മരിച്ചവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്. ലം യബ്ലുഗുൽ ഹിൻസ്, ഹദീസിൽ കാണാം, ഹിൻസ് എത്താത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യാനുള്ള പ്രായം എത്തിയിട്ടില്ല. ആ പ്രായം എത്തിയാലാണ് മാതാപിതാക്കളെ മക്കൾ വെറുപ്പിക്കുക. ചെറിയ പ്രായത്തിലായാലോ നിഷ്കളങ്കരായ കുട്ടികൾ, തെറ്ററിയാത്ത മക്കൾ, കുതന്ത്രങ്ങളോ കുരുട്ടുബുദ്ധിയോ ഇല്ലാത്ത നിരപരാധികളായ മക്കൾ, അവരോട് ആർക്കാണ് റഹ്മത്ത് തോന്നാത്തത്? അവരോട് റഹ്മത്തില്ലാത്തവൻ്റെ മനസ്സിൽ കാരുണ്യമില്ല. അവരോട് സ്വന്തം മാതാപിതാക്കൾക്കുള്ള റഹ്മത്ത് എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ ഉമ്മയേക്കാൾ റബ്ബിന് പടപ്പുകളോട് റഹ്മത്തുണ്ട്. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ ഫറഹ്, അവൻ്റെ സന്തോഷം വിവരിച്ച ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹുവിൻ്റെ സിഫത്താണ് അവൻ്റെ ഫറഹ്. അള്ളാഹു സന്തോഷിക്കും, അവൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. അത് പടപ്പുകളുടേതുപോലെയല്ല, മറിച്ച് അവൻ്റെ മഹത്വത്തിന്, അവൻ്റെ ഔന്നത്യത്തിന് യോജിച്ച സന്തോഷം. എന്നാൽ അത് സന്തോഷമാണ്, ഫറഹാണ്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കും. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥമറിയാം. പടപ്പിലേക്കോ പടച്ച റബ്ബിലേക്കോ ചേർത്താതെ വെറും ഫറഹ്, സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം അറിയുമോ? തീർച്ചയായും അറിയാം. എന്താണ് അറിയാത്തത്? അള്ളാഹുലേക്ക് ചേർത്തപ്പെട്ടാൽ അതിൻ്റെ കൈഫിയ എങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷെ സന്തോഷം എന്താണെന്ന് അതിൻ്റെ അർത്ഥം നമുക്കറിയാം. മനസ്സിലായില്ലേ? അത് നമുക്കറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി, ഒരടിമയുടെ തൗബയിൽ അള്ളാഹു ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ്. ഹീന യതൂബു ഇലൈഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുലേക്ക് ഒരടിമ തൗബ ചെയ്തു മടങ്ങുമ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൗബക്ക് അവന് തൗഫീഖ് നൽകിയതാരാണ്? റബ്ബാണ്. തൗബയിലേക്ക് അവനെ വിളിച്ചത് റബ്ബാണ്. തൗബക്ക് അവന് തൗഫീഖ് ഏകുന്നതും റബ്ബാണ്. എന്നിട്ട് അവൻ്റെ തൗബയിൽ അതാ അള്ളാഹു സന്തോഷിക്കുന്നു. ആരെക്കാൾ? മിൻ അഹദിക്കും കാന അലാ റാഹിലതിഹി ബിഅർദി ഫലാത്തിൻ, നിങ്ങളിൽ ഒരുവൻ്റെ സന്തോഷത്തെക്കാൾ. എന്താണ് അവൻ്റെ സ്ഥിതി? അവൻ തൻ്റെ വാഹനപ്പുറത്തായിരുന്നു ഒരു മരുഭൂമിയിൽ. ഫൻഫലതത് മിൻഹു വഅലൈഹാ തആമുഹു വശറാബുഹു, അങ്ങനെ മരുഭൂമിയിലായിരിക്കെ അവൻ്റെ വാഹനമൃഗം നഷ്ടപ്പെട്ടു പോയി. ആ വാഹനപ്പുറത്താണ് അവൻ്റെ ഭക്ഷണമുള്ളത്, പാനീയമുള്ളത്. നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഫഅയ്സ മിൻഹാ, ഇനി കിട്ടുകയില്ല എന്നവൻ ഏതാണ്ട് ധരിച്ചു വെച്ചു, നിരാശപ്പെട്ടു. പോയത് തന്നെ മരിക്കല്ലാതെ നിർവാഹമില്ല. മരുഭൂമിയിൽ പെട്ടാലുള്ള സ്ഥിതി എന്തായിരിക്കും? കര കാണാച്ച കടൽ പോലെയുള്ള മരുഭൂമിയിൽ. ഫഅതാ ഷജറ, അങ്ങനെ അയാൾ ഒരു മരത്തിനരികിലെത്തി. ഫദ്ദജഅ ഫി ളില്ലിഹാ, അതിൻ്റെ തണലിൽ വിശ്രമിച്ചു. ഖദ് ഐസ മിൻ റാഹിലതിഹി, തൻ്റെ വാഹനമൃഗത്തിന് കിട്ടുകയില്ല എന്നവൻ നിരാശ പൂണ്ടു. ഫബൈനാ ഹുവ കദാലിക്, അങ്ങനെ അവൻ ഇരിക്കവേ ഇദാ ഹുവ ബിഹാ ഖായിമത്തുൻ ഇൻദഹു, അവൻ്റെ അരികിലത് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ വാഹനമൃഗം വന്നു നിൽക്കുന്നു. ഫഅഖദ ബിഖിതാമിഹാ, അതിൻ്റെ കടിഞ്ഞാൺ അവൻ പിടിച്ചു. സുമ്മ ഖാല മിൻ ശിദ്ദത്തിൽ ഫറഹ്, എന്നിട്ട് അവൻ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ പറഞ്ഞുപോയി. സന്തോഷം അതിൻ്റെ പരിധി വിട്ടപ്പോൾ അവൻ്റെ നാവ് തെറ്റിപ്പോയി. കരുതിക്കൂട്ടി പറഞ്ഞതല്ല, അവൻ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്, അള്ളാഹു നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. കരുതിക്കൂട്ടി പറഞ്ഞാൽ കാഫറാകുന്ന വാചകമാണത്, ഇസ്ലാമിൽ പുറത്തു പോവും. പക്ഷെ അയാളുടേത് സന്തോഷാധിക്യത്താലുള്ള സബ്ഖുൽ ലിസാനാണ്, സന്തോഷാധിക്യത്താൽ നാവ് തെറ്റിപ്പോയതാണ്. അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്തോഷം കടുത്തതുകൊണ്ട് അവന് അബദ്ധം സംഭവിച്ചു പോയി. അള്ളാഹു ഇതിനേക്കാൾ സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നീ നിൻ്റെ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ, യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിവരിച്ചത് നോക്കൂ. ഈ ഉദാഹരണം വിവരിച്ച് എന്തിനാണ്? റബ്ബിൻ്റെ സിഫത്ത് പഠിപ്പിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, റബ്ബിനെ കുറിച്ച് പഠിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യവുമില്ല. അതുപോലെ നിനക്ക് സൗഭാഗ്യമേകുന്ന,
നിന്നെ നന്നാക്കുന്ന, റബ്ബിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന ഒരു വിജ്ഞാനവുമില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. അതാണ് അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത്. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു സമീഉം അലീമുമാണെന്ന് നിങ്ങൾ അറിയുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്, നിങ്ങൾ അറിയുക. ഫഅലമു അന്നല്ലാഹ മൗലാക്കും, അറിയുക അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി. നിഅമൽ മൗല വനിഅമൻ നസീർ, എത്ര നല്ല രക്ഷാധികാരി, എത്ര നല്ല സഹായി. യഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വഅന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇതൊക്കെ നിങ്ങൾ അറിയുക, അറിയുക, അറിയുക എന്ന് റബ്ബ് ആവർത്തിച്ചു പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളിത് പഠിക്കുക, അറിയുക. അള്ളാഹുവിനെ കുറിച്ച് അറിയണ്ടേ? നിന്നെ പടച്ച, നിന്നെ ഈ രൂപത്തിൽ നിനക്ക് അനുഗ്രഹങ്ങളെല്ലാം ഏകിയ, നിന്നെ സ്വർഗത്തിലേക്ക് വിളിച്ച, നിന്നിലേക്ക് അവൻ്റെ റസൂലുകളെ നിയോഗിച്ച, അവൻ്റെ കിതാബുകൾ അവതരിപ്പിച്ച, നീ ചോദിക്കാതെ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്കേകിയ, എന്നിട്ട് രാവിൻ്റെ അവസാനം നിന്നോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ആരുണ്ട് എന്നോട് തേടാൻ, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം, ഞാൻ ചോദിച്ചത് നൽകാം, ദുആക്കുത്തരം നൽകാം എന്നു പറയുന്ന, പരലോകത്ത് ഈ അനുഗ്രഹങ്ങളെക്കാളെല്ലാം വലുത്, ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച റബ്ബിനെ, നീ സുജൂദ് ചെയ്യുന്ന റബ്ബിനെ, അവനെക്കുറിച്ച് നിനക്ക് അറിയേണ്ടതില്ലേ? അതുകൊണ്ട് അവനെക്കുറിച്ച് പഠിക്കുക പ്രിയ സഹോദരങ്ങൾ. അതിനോളം മനസ്സിന് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന വേറൊരു കാര്യവുമില്ല. റബ്ബിനെ കുറിച്ച് അറിഞ്ഞാലാണ് നീ അവനിലേക്ക് അടുക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുക. അവനെ അറിയാത്ത മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കാലികളുടെ ജീവിതത്തെക്കാൾ മോശമാണ്. നോക്കൂ, അവനറിയാത്തവൻ, അവനിൽ വിശ്വസിക്കാത്തവൻ, ആരിലാണ് അവൻ പ്രതീക്ഷ അർപ്പിക്കുക? ആരോടാണ് അവൻ തേടുക? ആരുടെ മുന്നിലാണ് അവൻ തൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുക? ആരാണ് അവൻ താവിത് ഭയപ്പെടുക? ആരിലാണ് അവൻ തവക്കുലാക്കുക? ആരിലാണ് അവൻ കാര്യങ്ങൾ ഏൽപ്പിക്കുക? ഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്തെ മുഅ്മിനായ തൻ്റെ ഈമാൻ മറച്ചു വെച്ച മനുഷ്യൻ പറഞ്ഞതുപോലെ, ഉഫവ്വിദു അംരി ഇലല്ലാഹ്, എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ചുറ്റും ശത്രുക്കളുള്ള ആ മനുഷ്യൻ പറയുകയാണ്, ഫിറഔൻ്റെ കൊട്ടാരത്തിൽ, ഫിറഔൻ്റെ കുടുംബക്കാരിൽപ്പെട്ട, എന്നാൽ മൂസാ നബിയിൽ വിശ്വസിച്ച മനുഷ്യൻ തൻ്റെ ഈമാൻ മറച്ചു വെച്ചു. എന്നിട്ട് പതിയെ പതിയെ അവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചു, മൂസാ നബിയെ കൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞു. അവസാനം അദ്ദേഹം പറഞ്ഞ വാക്ക് കാണാം, ഉഫവ്വിദു അംരി ഇലല്ലാഹ്, ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് സഹോദരങ്ങളെ ഈ കിതാബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുക, അവൻ്റെ പേരുകളും വിശേഷണങ്ങളും വിശ്വസിക്കുക, അള്ളാഹു പറഞ്ഞതുപോലെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. എന്തുകൊണ്ട് അള്ളാഹുവിനെ അവൻ പറഞ്ഞതുപോലെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനസ്സിലാക്കണം? കാരണം ഈ വിഷയം അത് തൗഖീഫിയാണ്. ഈ വിഷയം തൗഖീഫിയാണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ ഇത് കിതാബിനും സുന്നത്തിലും എന്തു വന്നോ അവിടെ നിൽക്കണം. നമുക്ക് ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? ഖുർആനും സുന്നത്തിനും വന്നതിൽ നിൽക്കുക, അങ്ങനെയുള്ള വിഷയത്തിനാണ് എന്തു പറയുക? തൗഖീഫി എന്ന് പറയുക. അല്ലാത്ത വിഷയങ്ങൾ ഇജ്തിഹാദിയാണ്. ഒരാൾക്ക് ഇജ്തിഹാദ് നടത്തി ഗവേഷണം നടത്തി കണ്ടെത്താവുന്ന വിഷയങ്ങളുണ്ടാകും. എന്നാൽ ഇത് തൗഖീഫിയാണ്. ഖുർആനും സുന്നത്തിനും വന്നതെന്തോ അവിടെ, ഖുർആനും സുന്നത്തിനും അള്ളാഹുവിൻ്റെ പേരായി വന്നു, അതിലങ്ങനെ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ സിഫത്തായി വന്നു, അതിൽ വിശ്വസിക്കുക. നമുക്ക് പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കാൻ പാടില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്. റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല. റബ്ബിനെ പോലെ ആരെയും ഒന്നിനെയും നമ്മൾ കണ്ടിട്ടില്ല. റബ്ബിനെ പരലോകത്തല്ലാതെ നമ്മൾ കാണുകയില്ല. അപ്പോഴാണ് അത് ഷഹാദത്താവുക. ഈ ലോകത്ത് റബ്ബ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്. മരിച്ചാൽ അല്ലാതെ ഒരാൾ തൻ്റെ റബ്ബിനെ കാണുകയില്ല. അപ്പോഴേ ഗൈബ് ഷഹാദത്തായി മാറുകയുള്ളൂ. ഈ ഗൈബിയായ ഏത് കാര്യവും നമുക്ക് ഖുർആനും സുന്നത്തിനും വന്നത് മാത്രമേ വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഷഹാദത്തായി വരണം.
അത് പരലോകത്താണ് സംഭവിക്കുക. പിന്നെയുള്ള വഴി എന്തുമാത്രമാണ്? ഖുർആനിൽ വരിക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള വിഷയം തൗഖീഫിയാണ്. കാരണം അള്ളാഹു നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്. പിന്നെയോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏത് കാര്യത്തിലും പരിപൂർണമായ സത്യം, ഒരു തെറ്റുമില്ലാത്ത പരിപൂർണമായ സത്യം എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലും വന്നത് മാത്രമാണ്. ഖുർആനിലും സുന്നത്തിലും വന്നത് മാത്രം. അതല്ലാതെ ആളുകൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് കശ്ഫ് ലഭിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഇന്നതാണ്, അതല്ലെങ്കിൽ ഞാൻ റബ്ബിനെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നിങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ചില സൂഫികളൊക്കെ പറയുന്നത് പോലെ, അങ്ങനെ പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്നത് മാത്രമേ സ്വീകരിക്കാവൂ. അതല്ല എങ്കിൽ ഒരാൾ തൻ്റെ ഹവയെ, തൻ്റെ ദേഹേച്ഛയാണ് പിൻപറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞു, ഫഇൻ ലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും. നബിയെ, അങ്ങേക്കവർ ഉത്തരം നൽകുന്നില്ല എങ്കിൽ, അങ്ങയിൽ അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരവരുടെ ഹവയെ, അവരുടെ ദേഹേച്ഛയെ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിൻപറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് സ്വീകരിക്കില്ല ഈ വിഷയത്തിൽ എന്നൊരാൾ പറഞ്ഞാൽ അവൻ പിന്നെ പിൻപറ്റുക എന്തിനായിരിക്കും? തൻ്റെ ഹവയാണ്, തൻ്റെ ദേഹേച്ഛയെ, തൻ്റെ തോന്നിവാസത്തെയാണ് അവൻ പിന്നെ പിൻപറ്റുക. ഒന്നുകിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നീ പിൻപറ്റുക, അല്ലെങ്കിൽ നിൻ്റെ ദേഹേച്ഛയെ പിൻപറ്റുക. ഈ രണ്ടാലല്ലാതെ, രണ്ടിലൊന്നല്ലാതെ സംഭവിക്കുകയില്ല. കാരണം അള്ളാഹു പറഞ്ഞു, ഫഇൻ ലം യസ്തജീബു ലക്, നബിയെ അങ്ങേക്ക് അവർ ഉത്തരം നൽകുന്നില്ല എങ്കിൽ ഫഅലം, താങ്കൾ അറിയുക, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവരവരുടെ അഹ്വാഇനെ, അവരുടെ ദേഹേച്ഛയെ, തോന്നിവാസത്തെയാണ് പിൻപറ്റുക. ഹവയെ പിൻപറ്റുക എന്നത് ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതആല ആവർത്തിച്ച് വിലക്കിയിട്ടുള്ള കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കണം. ആരും വിചാരിച്ചു പോരുത്, ആർക്കാണ് അറിയാത്തത്, ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമാണ്, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് വിശ്വസിക്കേണ്ടത്. ഇതിങ്ങനെ ആവർത്തിച്ച് പറയണോ? ആവർത്തിച്ച് പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, മക്കളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വസിക്കണം? അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ മുസല്ലമാറ്റ്, ഇന്ന് സർവാംഗീകൃതമായ ഒരു കാര്യം നാളെ അങ്ങനെ ആകണമെന്നില്ല. നാളെ ഇതിൽ സംശയം ഉന്നയിക്കുന്നവൻ വരും. അതുകൊണ്ടാണ് ഇന്നലെ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യത്തിൽ ഇന്ന് തർക്കിക്കാൻ ആളുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ പാടുണ്ടോ? മുസ്ലിം ഉമ്മത്തിൽ അതൊരു തർക്കമായിരുന്നോ? ഒരിക്കലുമല്ല. കാരണം അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. എന്നാൽ ഇന്ന് അതിൽ തർക്കിക്കുന്നവൻ വന്നിരിക്കുന്നു. ഇതുപോലെയാണ്. നാളെ ഇതിൽ തർക്കിക്കുന്നവൻ വരും. അല്ല, ഇന്ന് തന്നെ ഉണ്ട് ഇതിൽ തർക്കിക്കുന്നവൻ. ഇന്നല്ല, കാലങ്ങളായി ഉണ്ട്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ത്? നമ്മൾ പറയുന്നു അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതിനപ്പുറത്ത് എവിടെയും റബ്ബിനെ കുറിച്ച് ഹക്കായ ഒരു കാര്യം അതിലില്ലാത്ത ഒരാൾക്ക് പറയുക സാധ്യമല്ല. അല്ല എന്ന് പറയുന്ന പഴച്ച കക്ഷികളുണ്ട്, ധാരാളമായുണ്ട്. ആ ആശയം പല പേരുകളിൽ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. സാധാരണക്കാരായ ചില ആളുകൾക്ക് അത് അറിയില്ലായിരിക്കാം, മുസ്ലിം പൊതുജനങ്ങൾക്കത് അറിയില്ലായിരിക്കാം. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ അശാരികളെന്ന അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൽ വഴിപിഴച്ചു പോയിട്ടുള്ള കക്ഷികൾ, നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ പറയുന്നത് ഞങ്ങൾ അശാരികളാണ് എന്നാണ്, ഞങ്ങൾ അശാരി മദ്ഹബുകാരാണ് എന്നാണ് അവർ തെളിച്ചു പറയുന്നത്. എന്നു മാത്രമല്ല, അവരല്ലാത്ത പലരും ഞങ്ങൾ അശാരി മദ്ഹബുകാരാണെന്ന് തെളിച്ചു പറയുന്നവരാണ്. തബ്ലീഗ് ജമാഅത്ത് അവരിൽ തെളിച്ചു പറയുന്ന ആളുകളുണ്ട്, ഞങ്ങൾ അശാരി മദ്ഹബുകാരാണ് എന്ന് തെളിച്ചു പറയുന്നു. എന്നാൽ അശാരി എന്നിട്ട് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു, മുസ്ലിം പൊതുജനങ്ങൾ, മുസ്ലിം ഉമ്മത്തിൽ 95% അശാരികളാണ്, അല്ലാതെ നിങ്ങളുടെ സലഫി മദ്ഹബല്ല എന്ന്. നമ്മളത് വകവെച്ചു കൊടുക്കുമോ? ഒരിക്കലും സംഭവിച്ചു കൊടുക്കുകയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ വിശ്വസിക്കുന്നു മുസ്ലിം പൊതുജനം എന്ന് പറയുന്നത് അവർ ഈ വിഷയത്തിൽ ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. അതല്ലാതെ നിങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങളിലല്ല ഉള്ളത്. ശരി, അത് പഠിക്കുകയും അത് തലയിൽ കയറ്റുകയും ചെയ്തവൻ ശരിയാണ്, നിങ്ങളുടെ ആളായിരിക്കും.
അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ അശ്അരി മദ്ഹബ് പ്രകാരം അള്ളാഹു സ്നേഹിക്കുമോ? ഇല്ല, അള്ളാഹു സ്നേഹിക്കില്ല പടപ്പുകളെ. മഹബത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിനെ നിഷേധിച്ച തള്ളിക്കളഞ്ഞവരാണ് അശ്അരിയ്യത്തിൻ്റെ നെടുന്തൂണുകളായ നേതാക്കന്മാർ. ഒരു സാധാരണക്കാരോട് നിങ്ങൾ പോയി പറയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇക്കാര്യം, അള്ളാഹു അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു, അള്ളാഹു തഖ്വ പാലിക്കുന്നവർ ഇഷ്ടപ്പെടുന്നു, അവന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണത്? കാരണം അവനുള്ളത് ശുദ്ധ പ്രകൃതിയിലാണ്, ഫിത്രത്തിനാണ്. എന്നാൽ അശ്അരി മദ്ഹബ് പഠിച്ചവൻ അത് അംഗീകരിക്കില്ല, നിഷേധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ മുഖം, അള്ളാഹുവിൻ്റെ കൈകൾ, അള്ളാഹുവിൻ്റെ കണ്ണുകൾ പോലെയുള്ള സിഫത്തുകൾ മാത്രമാണ് ശരീഅത്ത് നിഷേധിക്കുന്നതെന്ന്? അല്ല. സ്നേഹത്തെ കോപത്തെ നിഷേധിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹു കോപിക്കുക എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചാൽ കുഫറാണ്, അവരുടെ വാദപ്രകാരം കുഫറാണ്. മറിച്ച് എന്താണ് കോപിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക. അവരുടെ വ്യാഖ്യാനം അങ്ങനെയാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുക. സ്നേഹം എന്ന് പറയാൻ പാടില്ല. കാരണം സ്നേഹം എന്ന് പറഞ്ഞു പോയാൽ എന്താണ് സ്നേഹം? ഖൽബ് ഒരാളിലേക്ക് ചാഞ്ഞു പോകലാണ് സ്നേഹം. അപ്പോൾ അള്ളാഹു സ്നേഹമുണ്ടെന്ന് പറയും, ഇതൊക്കെ റബ്ബിനുണ്ട് എന്ന് പറയേണ്ടി വരും. ഇതാണ് അശ്അരികളുടെ വ്യാഖ്യാനം, പിഴച്ച കക്ഷികളുടെ വ്യാഖ്യാനം. കാരണം എന്താ? അവൻ അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹം പോലെ എന്നാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ സ്നേഹം പോലെ എന്നാണ്. സ്നേഹം എന്ന് പടപ്പിലേക്കോ പടച്ച റബ്ബിലേക്കോ ചേർത്താതെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയുമോ? അറിയാം. പക്ഷേ അത് റബ്ബിലേക്ക് ചേർത്തിയാൽ അതിൻ്റെ രൂപം എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതുപോലെ വിശ്വസിക്കണം. സ്നേഹമെന്നാൽ പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കലല്ല. സ്നേഹത്തിൻ്റെ ഫലമാണെന്ത്? പ്രതിഫലം നൽകൽ. മനസ്സിലായില്ലേ? സ്നേഹമുള്ളത് കൊണ്ടാണ് അള്ളാഹു എന്ത് നൽകുന്നത്? പ്രതിഫലം നൽകുന്നത്. അല്ലാതെ ഇത് അതാക്കി വ്യാഖ്യാനിക്കരുത്. ഇവർ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ റബ്ബ് പടപ്പുകളെ പോലെയായി എന്ന്. ഇല്ല, ഒരിക്കലുമില്ല. പടപ്പുകളുടെ സ്നേഹം എല്ലാം ഒരുപോലെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയെ ചൂണ്ടി പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഇതാ ഉഹദ് പർവ്വതം, ഇത് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ഇതിനെ സ്നേഹിക്കുന്നു. ഉഹദ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, യാതൊരു സംശയവുമില്ല. അക്ഷരാർത്ഥത്തിൽ ഉഹദ് പർവ്വതം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ വിശ്വസിക്കുന്നു. എന്താ ഇവരെ വാദപ്രകാരം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മൈലുൽ കൽബിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ചായ്വാണ്. എവിടെ ഉഹദിന് കൽബ്? ഉഹദിൻ്റെ ഹൃദയം എവിടെ? അത് അതിൻ്റെ സ്നേഹമാണ്. മനുഷ്യൻ്റെ സ്നേഹമാണ്. പടപ്പുകളുടെ രണ്ടിൻ്റെയും സ്നേഹം ഒരുപോലെയല്ല. എന്നിട്ടാണോ പടപ്പുകളുടെയും പടച്ച റബ്ബിൻ്റെയും സ്നേഹങ്ങൾ ഒരുപോലെയാണെന്ന് പറയുന്നത്? മനസ്സിലായില്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ശുദ്ധ പ്രകൃതിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇതുപോലെ റബ്ബിനുണ്ടെന്ന് പറഞ്ഞ എല്ലാ സിഫത്തുകളും ഞാൻ പറഞ്ഞു വന്നത് അശ്അരികളുടെ ഈ വാദം അഹ്ലുസുന്ന അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഏത് വാദം? 95% ഞങ്ങളാണ്. അല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ ഈ ബാത്തിൽ പഠിച്ച് കയറിയവർ അവരതിൽ പെട്ടിട്ടുണ്ടാകും, അല്ലാത്ത മുസ്ലിമീങ്ങൾ അതിലല്ല. ശരിയല്ല, അത് വകവെച്ച് തരികയില്ല. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ വക പിഴച്ച കക്ഷികളുടെ വാദം അവരവരുടെ അഖീദയുടെ കിതാബുകളിൽ, അശ്അരിയാക്കളുടെ ജൗഹറ പോലെയുള്ള അഖീദയുടെ പിഴച്ച കിതാബുകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? അതിൻ്റെ ചുരുക്കം എന്താണ് സഹോദരങ്ങൾ? അശ്അരി മദ്ഹബിൻ്റെ ചുരുക്കം എന്തെന്നാൽ അവർ പറയുന്നു അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ മുത്തവാത്തിറായ ഹദീസിൽ വന്നതും ഖുർആനിൽ വന്നതും മുത്തവാത്തിറായ ഹദീസിൽ വന്നതും മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതാണ് അവരുടെ വാദം. അശ്അരിയാക്കളുടെ വാദം എന്താണ്? ഖുർആനിൽ വന്നതും പിന്നെയോ മുത്തവാത്തിറായ ഹദീസിൽ വന്നതും മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ. എന്താ മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ? ധാരാളക്കണക്കിന് പരമ്പരകളിലൂടെ ഒരു ഹദീസ് വരിക. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സഹാബിമാർ കേൾക്കുക, ആ സഹാബിമാരിൽ ഒരുപാട് താബിഈങ്ങൾ കേൾക്കുക, അവരിൽ നിന്ന് ഒരുപാട് താബിഈങ്ങൾ കേൾക്കുക. ഇങ്ങനെ സനദിൻ്റെ ഓരോ കണ്ണിയിലും ഒരുപാട് പേരുണ്ടാവുക. ഇതാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ മുത്തവാത്തിറായ ഹദീസുകൾ വളരെ 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 കുറവാണ്. ആമ്മത്തുൽ അഹാദീസ്,
ഹദീസുകളിൽ ബഹുഭൂരിപക്ഷവും അഹാദുകളാണ്. മനസ്സിലായില്ലേ? മുതവാത്തിറല്ല, ആഹാദുകളാണ്. സനദിൻ്റെ പല കണ്ണികളിലും കുറേ ആളുകളല്ല, ഒരാളുണ്ടാവും. എങ്കിലും ഹദീസ് സഹിയാകാനുള്ള മുസ്തലഹുൽ ഹദീസിലെ മുസ്ലിമീങ്ങൾ അംഗീകരിച്ച മാനദണ്ഡ പ്രകാരം അത് സഹിഹാണോ അത് സ്വീകരിക്കും. അത് വിശ്വാസകാര്യമായാലും അല്ലാത്തതായാലും. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. എന്നാൽ ഈ ഖൗം പറയുന്നത് എന്താ? മുതവാത്തിറെ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ വൈരുദ്ധ്യം എന്ന് നോക്കണം. ഈ പറയുന്ന അതേ ഖൗം അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ മുതവാത്തിർ പോകട്ടെ, അഹാദ് പോകട്ടെ, സഹീഹ് പോകട്ടെ, കള്ളക്കഥകളാണ് ഖൗമിന് തെളിവ്. മനസ്സിലായില്ലേ? അഖീദക്ക് ഞങ്ങൾക്ക് മുതവാത്തിറായ ഹദീസേ പറ്റൂ എന്ന് പറയുന്ന ഖൗമാണ്. ഏറ്റവും വലിയ അഖീദ് അള്ളാഹു അല്ലാത്തവർ വിളിച്ചതാണ്. എന്താ തെളിവ്? മുതവാത്തിറായ ഹദീസാണോ? അഹാദായ ഹദീസാണോ? അഹാദികളിൽ സഹീഹാണോ? ദഈഫ്? അതും കൂടിയല്ല, പലതും മൗദൂആത്തുകളും കള്ളക്കഥകളും ഏതെങ്കിലും തഫ്സീറുകളിലെ കീലകളും കിനാവ് കഥകളും ഇതൊക്കെയാണ് തെളിവ്. മനസ്സിലായില്ലേ? അഖീദക്ക് ഞങ്ങൾക്ക് മുതവാത്തിറേ പറ്റൂ എന്ന് പറയുന്ന ഖൗമാണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ശരി, അഹ്ലുസുന്നത്ത് അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് അഖീദയിൽ ഖുർആൻ തെളിവാണ്, മുതവാത്തിറായ ഹദീസ് തെളിവാണ്. ആഹാദായ ഹദീസുകളും ഹദീസ് സഹീഹാണോ സ്വീകാര്യമാണോ നമുക്ക് അത് തെളിവാണ്. അതുപോലെ ഈ പിഴച്ച കക്ഷികളുടെ വാദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാദം പ്രിയ സഹോദരൻ, ഇതൊന്നും നമ്മൾ ഒരിക്കലും അവരുടെ പേരിൽ ആരോപിക്കുകയല്ല. അവരുടെ നേതാക്കന്മാർ, ശരീഅത്തിൻ്റെ കൊലകൊമ്പന്മാർ എഴുതി വെച്ച കാര്യമാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. അവരുടെ കിതാബുകളും പേരുകളും ഉദ്ധരിച്ച് ആ വഴിയിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് മാത്രം. അവർ എഴുതി വെച്ചതാണ്. നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് നിരവധി തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കും. ശരിയാക്കൾ പറഞ്ഞു, ശരി, ഞങ്ങൾ എന്തേ സ്വീകരിക്കും? ഖുർആനും അതുപോലെ മുതവാത്തിറായ ഹദീസുമേ സ്വീകരിക്കൂ. പക്ഷേ ഈ സ്വീകരിക്കുന്നത് തന്നെ അഖ്ലിനോട് യോജിച്ചത് മാത്രം. മനസ്സിലായില്ലേ? മുഖദ്ദം ഏതാണ്? മുന്നിലുള്ളത് എന്താണ്? അഖ്ലാണ്. അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും പറയണം, അത് ഞങ്ങളുടെ അഖ്ലിയായ ദലീലുകൾ. അഖ്ലിയായ ദലീലുകൾ എന്ന് പറഞ്ഞാൽ അവരത് ഉണ്ടാക്കിയത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ്. മനുഷ്യൻ്റെ നേരായ ബുദ്ധിയും കൂടിയല്ല, ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്ന ദലാഇലുൽ അഖ്ലിയ, അതാണ് അവർ ഖണ്ഡിതമായ തെളിവായി അതേ സ്വീകരിക്കുള്ളൂ. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ദലീൽ ശ്രദ്ധിക്കണം. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും, അഹാദല്ല, അഹാദ് തീരെ സ്വീകരിക്കില്ല. മുതവാത്തിറായ ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും ദലീൽ അത് ദന്നിയായ ദലീലാണ്. ദന്നി എന്ന് പറഞ്ഞാൽ തെളിവ് ഒന്ന് ലന്നിയാണ്, മറ്റൊന്ന് ഖത്ഈയാണ്. ഖത്ഈ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ തെളിവാണ്. ലന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയാകാം, ശരിയാണ്, പക്ഷേ ശരിയാകാതിരിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർ എഴുതി വച്ചിട്ടുണ്ട് എന്ത്? ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ദലീൽ ദന്നിയാണ്. അത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം. പക്ഷേ നമ്മൾ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് സ്വീകരിച്ച നമ്മുടെ അഖ്ലിയായ ദലീലുണ്ട്, അത് ഖത്ഈയാണ്, ഖണ്ഡിതമാണ്. അതുകൊണ്ടാണ് അതിനൊപ്പിച്ച് ഇതൊക്കെ വ്യാഖ്യാനിക്കും. ഇങ്ങോട്ട് വ്യാഖ്യാനിക്കലല്ല, അങ്ങോട്ടേക്കാണ് വ്യാഖ്യാനിക്കുക. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന കൗമാണ്. മനസ്സിലായില്ലേ? ചെരുപ്പിനൊപ്പിച്ച് മുറിക്കുന്ന കാലാണ്. അതായത് ഖുർആനിൽ വന്നു വജ്ഹു റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ മുഖം. ഇത് അഖ്ലിന് പറ്റൂല. എന്നാൽ ഇതിൻ്റെ അഖ്ൽ ഇങ്ങോട്ടാക്കി, അഖ്ൽ ശരിയാക്കി, അള്ളാഹുവിന് വജ്ഹുണ്ടെന്ന് വിശ്വസിക്കുക. അതല്ല, വജ്ഹിനെ അങ്ങോട്ട് വ്യാഖ്യാനിക്കണം. വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശക്തിയാണ്. കൈ എന്ന് പറഞ്ഞുകൂടാ. വജ്ഹ് എന്ന് പറഞ്ഞാൽ പ്രതിഫലമാണ് എന്നിങ്ങനെ വ്യാഖ്യാനിക്കുക. എന്തുകൊണ്ടാണ്? കാരണം ഈ അടിത്തറയാണ് അവരുടെ ഉള്ളിലുള്ളത്. ഇതുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ദലീൽ എന്ന് വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ സുന്നിയെ, അഹ്ലുസുന്നത്തിൻ്റെ സലഫിൻ്റെ മനഹജിൽ ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അവന് യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ നോക്കൂ, അഹ്ലു ദലാലിൻ്റെ വാദം ഇതാണ്. ഇനി നോക്കൂ മറ്റൊരു വാദം. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഒന്ന്, ആഹാദ സ്വീകരിക്കൂ. രണ്ട്, ഖുർആനിൻ്റെ സുന്നത്തിന് ദലീൽ അത് വന്നിയാണ്, ഖത്ഈ അല്ല. മൂന്നാമത്തേത് ഇവരുടെ വാദം വളരെ അപകടം പിടിച്ച വാദമാണ്. എന്താണെന്ന് അറിയുമോ? അത് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം അള്ളാഹുവിനെ കുറിച്ചുള്ള ആയത്തുകൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ബഹുഭൂരിപക്ഷം ആയത്തുകൾ, ഹദീസുകൾ, ഇതിൻ്റെ ഒക്കെ ലാഹിറായ അർത്ഥം, അഥവാ എന്താണ് ലാഹിറായ അർത്ഥം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഒരാൾക്ക് വായിച്ചാൽ കിട്ടുന്ന അർത്ഥം, ഇത് കുഫറാണ്, ദലാലത്താണ്, വഴികാണാണ്. കാരണം ഖുർആനിൽ നേർക്ക് നേരെ ഒരാൾക്ക് വായിക്കാൻ കിട്ടിയ എന്താണ്? ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു,
അള്ളാഹുവിന് വജ്ഹുണ്ട്, മുഖമുണ്ട്. അതുപോലെ റബ്ബ് ഒന്നാമത്തെ ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി വരും. ഇതൊക്കെയാണ് ഖുർആൻ സുന്നത്തിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ വിശ്വസിച്ചവരുടെ വാദപ്രകാരം എന്താണ്? കുഫറാണ്. അല്ലേ? നിങ്ങൾ കൈയുള്ള അള്ളാഹുലാണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ വാദം കുഫറാണ് എന്നാണ് ഖൗമ് പറയുന്നത്. ഖുർആൻ സുന്നത്തിലും വന്നതാണത്, അള്ളാഹുവിന് കൈകളുണ്ട് എന്ന്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ലാഹിർ അതിൻ്റെ പുറമേക്കുള്ളത് ഒരാൾ വിശ്വസിച്ചാൽ അവൻ നശിച്ചു, അവൻ ശഖാവത്തിലകപ്പെട്ടു എന്നാണ് ഖൗമിൻ്റെ വാദം. അള്ളാഹു പറഞ്ഞ എന്താണ്? താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഖുർആൻ ഞാൻ നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് നബിയെ നീ ശഖാവത്തിലാകാൻ, ദൗർഭാഗ്യമടയാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ ഈ ഖൗമിൻ്റെ വാദപ്രകാരം ഒരാൾ ഖുർആനിൽ നേർക്കുനേരെ ഒരാൾ ഖുർആൻ വായിച്ച് അതിലുള്ളതുപോലെ റബ്ബിൽ വിശ്വസിച്ച് അത് കുഫറാണെന്നാണ് ഈ ഖൗമിൻ്റെ വാദം. ദലാലത്താണ്. എത്ര അപകടം പിടിച്ച വാദമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ കാര്യങ്ങൾക്ക് ഈ തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ പഴച്ച ആളുകളുടെ വാക്കിലും കാണാം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ഖൗമിൻ്റെ വാദപ്രകാരം അത് അങ്ങനെ തന്നെ വിശ്വസിച്ച ഒരാളെന്തായി? ഒരാൾ പിഴച്ചവനായി. അല്ലേ? ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഖൗമിൻ്റെ വാദപ്രകാരം മുബ്തദിയാണ്, വഹാബിയാണ്. അതാകട്ടെ ഖുർആൻ്റെ ലാഹിറായ കാര്യമാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയുക ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. നേർക്കുനേരെയുള്ള അർത്ഥമാണ്. ഈ ഖൗമിൻ്റെ വാദപ്രകാരം അത് വിശ്വസിച്ചാൽ ഒരാൾ മുബ്തദിയാണ്, ബിദ്അത്തുകാരനാണ്. ശരി, നിങ്ങൾ പറഞ്ഞൊരു ഇതിൻ്റെ അർത്ഥം എന്തേ? ഇതിങ്ങനെയല്ല എങ്കിൽ ഇത് 23 കൊല്ലക്കാലം സഹാബത്തിനിടയിൽ ജീവിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ തിരുത്തിയില്ല? ഇതാ ഈ ലാഹിർ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്, പഴിച്ചു പോകും. ഖുർആനിൽ ഇങ്ങനെയാണ് നേർക്കേനെ കാണാം, പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല, വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസ് നിങ്ങൾ കൊണ്ടുവരൂ, ഒരു ഹദീസ്. ഇതാണ് എല്ലാ പഴച്ച കക്ഷികളോടുമുള്ള നമ്മുടെ മറുപടി. നിങ്ങൾക്കാണോ അറിയാം? അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ? നിങ്ങൾക്കാണോ നന്നായിട്ട് പറയാനറിയാം? അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ? നിങ്ങൾക്കാണോ ഉമ്മത്തിനോട് ഏറ്റവും അധികം സ്നേഹമുള്ളത്, ഗുണകാംക്ഷയുള്ള? അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ? ഈ 3 ചോദ്യങ്ങൾ സകല ബിദ്അത്തുകാരുടെയും വേറെടുത്തുകളെയും ചോദ്യമാണ്. ആർക്കാണ് കൂടുതൽ അറിവ്? ആർക്കാണ് നന്നായി പറയാനറിയുക? ആർക്കാണ് ഉമ്മത്തിനോട് നസീഹത്തുള്ളത്? നിങ്ങൾക്കാണോ? അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ? ഈ ചോദ്യം ഏത് ബിദ്അത്തുകാരുടെയും വേര് മുറിച്ച് കളയുന്ന 3 ചോദ്യങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം ഒക്കെ ആവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സ്വല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.